സ്വയം പരിശോധിച്ച് നോക്കാം. നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിൽ നമ്മളെല്ലാവരും ടോയ്ലറ്റിൽ കുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ക്ലോസറ്റാണ് ഉപയോഗിക്കുന്നത്. ആ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ടുകൾ വളരെ മടങ്ങി ഇട്ടാണ്, കാലുകൾ മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ മുട്ടിന്റെ ഭാഗത്ത് വേദന ഉണ്ടാകാറില്ല. കുട്ടിക്കാലങ്ങളിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റുകളിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ കാൽമുട്ടുകൾക്കും വ്യായാമം ലഭിക്കുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് വേദനയുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരിശോധിച്ച് നോക്കാം. ഇങ്ങനെ നിൽക്കുക, നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ പതിയെ ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. പതിയെ ഇതുപോലെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് വേദന ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പതിയെ എഴുന്നേൽക്കുക, വീണ്ടും പതിയെ ഇരിക്കുക. നോക്കാം. 1 2 3 4 5. ഇത് കാൽമുട്ടിന്റെ സ്ട്രെങ്ത് എടുക്കാൻ വേണ്ടി, കാൽമുട്ടുകളുടെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളാണ് കാൽമുട്ടിന്റെ സ്ട്രെങ്ത്. അപ്പൊ ഈ കാൽമുട്ട് വേദന ഉള്ളവര് പിടിച്ച് ഒരു ബാറിൽ പിടിച്ചിട്ട് വേണം ബാക്കോട്ട് ഇരിക്കാൻ. ഇത് നിങ്ങൾ ദിവസം ഫസ്റ്റ് ടൈമിൽ 5 എണ്ണം ചെയ്യുക. അങ്ങനെ ഒരുപാട് വീക്ക് കഴിയുമ്പോൾ അത് 10 ആക്കുക. ഇങ്ങനെ ഗ്രാജുവലായി ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഈ എക്സസൈസുകൾ ഗ്രാജുവലായി ചെയ്തുകൊണ്ടിരിക്കണം. വളരെ നല്ലതാണ്. കാൽമുട്ട് വേദനയുള്ളവര്, ഞാനിവിടെ കാണിക്കുന്ന പോലെ കാൽമുട്ട് വേദനയുള്ളവര് ഇതുപോലെ ഞാൻ ഒരു ഹാൻഡ് വീലിൽ പിടിച്ചുകൊണ്ടിട്ട് ഞാനിവിടെ ഡെമോ ചെയ്യും. അപ്പൊ ആ എക്സസൈസ് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ബാറിൽ പിടിച്ചുകൊണ്ട് നമ്മൾ കൈകൾ രണ്ടും ചെസ്റ്റ് ലെവലിൽ പിടിച്ച് നല്ലവണ്ണം ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ബാക്കോട്ട് ഇരിക്കുക. ഇങ്ങനെ ബാക്കോട്ട് ഇരിക്കുമ്പോൾ സ്ക്വാട്ട് പൊസിഷനാണ്. ഇരിക്കുമ്പോൾ മുട്ട് മടങ്ങുന്നു. നമുക്ക് വേദന എവിടെയാണോ അവിടം വരെ നമ്മൾ പൊസിഷൻ ചെയ്യുക. വീണ്ടും സാധാരണ പടിയിലേക്ക് വരിക, എഴുന്നേൽക്കുക. ഇങ്ങനെ താഴുകയും പൊങ്ങുകയും ചെയ്യുക. വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ദിവസം ഒരു 5 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി നമുക്ക് നമ്മുടെ മുട്ടിൻ്റെ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് മുട്ടുവേദന നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു എക്സസൈസാണ്. അപ്പോൾ ഈ മുട്ടുവേദന വരുന്നത് തന്നെ നമ്മുടെ മുട്ടിന് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്, മുട്ടിൻ്റെ മസിൽസ് വീക്കാകുന്നതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ എക്സസൈസുകൾ തുടർച്ചയായി എല്ലാവരും ചെയ്യുക. മുട്ടുവേദന ഉള്ളവരും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. എല്ലാവരും ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അടുത്ത